രാവിലെ തന്നെ ജയിൽ വാഫൊക്കെ പൂർത്തീകരിച്ച് നോറയും ജാസ്മിനും പുറത്തു വന്നതിന് ശേഷം മുത്തൊക്കെ കോർത്ത് ക്ഷീണമല്ലേ, നമ്മളെ ജാസ്മിന് ഗബ്രിയുടെ ഒപ്പം കിടക്കാൻ പോയി. നോറ ബാത്റൂമിലൊക്കെ പോകുന്ന തിരക്കിലായിരുന്നു. ഇതിനിടയിൽ ഇന്നലെ ആഹാരം കൊണ്ട് കൊടുത്തപ്പം നോറ മാത്രമേ കഴിച്ചുള്ളൂ, ജാസ്മിൻ കഴിച്ചില്ല. ആ ആഹാരം മൊത്തം വേസ്റ്റായിപ്പോയി. അത് വല്ലാത്ത മണമൊക്കെ വന്നു കഴിഞ്ഞപ്പം ജിൻഡോ ജയിലിനകത്ത് പോയി നോക്കുന്നു, ആഹാരം എടുത്തുകൊണ്ട് വരുന്നു, ജയിലെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നു. അതുപോലെ ആ പഴകിയ ആഹാരങ്ങൾ വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചതിന് ശേഷം ആ പാത്രങ്ങളെല്ലാം കഴുകി സ്റ്റോർ റൂമിൽ വെക്കുന്നു. അപ്പം ഇതൊന്നും തന്നെ മറ്റു മത്സരാർത്ഥികൾ കാണുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. ജിൻഡോയുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം ഇന്നലെ ജാസ്മിനോട് ആഹാരം കഴിക്കാൻ നോറ പറഞ്ഞു കഴിഞ്ഞപ്പം കഞ്ഞിയും പയറും ജാസ്മിന് വേണ്ടായില്ലോ. കാരണം ഞാനിതൊന്നും കഴിച്ച് ശീലമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാസ്മിൻ്റെ എനിക്ക് വേണ്ട ഒരുമാതിരി ഇത്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ആഹാരം എടുത്ത് വേസ്റ്റാക്കി വെച്ചതിൻ്റെ പേരിൽ അവിടെ ഒരു ഭയങ്കര വഴക്ക് നടന്നതാണ്. ഒന്നാമത്തെ റേഷൻ സമ്പ്രദായമാണ് അവിടെ. അതുപോലെ തന്നെ ലക്ഷർ പോയിൻറ്റിൻ്റെ 1000-ഉം 2000 ഒക്കെ വെട്ടിക്കുറച്ച് അവർക്ക് റേഷൻ വളരെ കുറവാണ് ഇപ്പം കിട്ടുമ്പോൾ. അപ്പം പലർക്കും ആഹാരം കിട്ടാൻ വഴിയില്ല. കാരണം അവരുടെ വിശപ്പിനനുസരിച്ചുള്ള ആഹാരം ഷെയർ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നില്ല. അത് ഇവർ പലരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഗബ്രിക്ക് കറി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ അത് പോയി മേടിക്കുന്നത് കണ്ടു. കാര്യം കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ ആഹാരം വേസ്റ്റാക്കുന്നതിനെ പറ്റി ഈ പ്രാവശ്യത്തെ മത്സരാർത്ഥികൾ എല്ലാവരും ഇല്ല, എനിക്ക് തോന്നുന്നു ജാസ്മിനും ഗബ്രി ആ കോംബോ ഒക്കെ വളരെയധികം ഒരുമാതിരി അവിഞ്ഞ സ്വഭാവമാണ്. കാരണം ആഹാരം കഴിക്കാനില്ല എന്നുള്ളത് അവർക്കും അറിയാം. അതുപക്ഷെ അവർ എപ്പോഴും വേസ്റ്റാക്കി കളയുക. കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചത് അതും വേസ്റ്റാക്കി കളഞ്ഞു. ഇപ്പം വീണ്ടും ജയിലിലെ ആഹാരവും വേസ്റ്റാക്കി കളഞ്ഞിരിക്കുകയാണ്. ഏതായാലും മറ്റു മത്സരാർത്ഥികളെല്ലാം ഒന്നും തന്നെ ഈ ആഹാരം വേസ്റ്റാക്കിയതിനെ പറ്റിയോ അതുപോലെ തന്നെ ജിൻഡോ ഈ പാത്രം കഴുകുന്നതിനെ പറ്റിയോ ആരും അറിയുന്നില്ല. പക്ഷേ ബിഗ് ബോസ് ഇതെല്ലാം ക്യാമറയിൽ ആക്കി ജിൻഡോ പാത്രം കഴുകുന്നതും ജയിൽ വൃത്തിയാക്കുന്നതും ആഹാരം കൊണ്ട് കളയുന്നതും എല്ലാം തന്നെ ക്യാമറയ്ക്കകത്താക്കി നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് വ്യക്തമായി എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് അമ്മ മഹാറാണി ആയതുകൊണ്ട് രാജകുമാരി ഇങ്ങനെ ചെയ്തുകൊണ്ട് ബിഗ് ബോസ് കണ്ണടയ്ക്കുമോ എന്നുള്ളതും എനിക്കറിയില്ല. ഏതായാലും ഒരു വലിയ ക്രൂരതയാണ് ജിൻഡോട് ഈ നോറയും ജാസ്മിനും കാണിച്ചത്. ഒന്നുമില്ലെങ്കിൽ ആ പാത്രമെങ്കിലും എടുത്തുകൊണ്ട് പോയി വേസ്റ്റ് കളഞ്ഞിട്ട് ആ പാത്രം കഴുകി വെക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു.